ഒരു തുള്ളി വിനാഗിരിയോ എണ്ണയോ ചേർക്കാതെ കല്യാണ സദ്യയിൽ കിട്ടുന്ന നാരങ്ങാച്ചാർ നല്ല ടേസ്റ്റി ആയിട്ട് ഒട്ടും കയ്പില്ലാതെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ എണ്ണയോ വിനാഗിരിയോ ചേർക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. നമ്മളിത് ഒരുപാട് കാലം പക്ഷെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. നമുക്ക് 1-2 ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നല്ല രുചിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തിൻ്റെ കൂടെയും കഴിക്കാം. സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് മെനക്കേടണം അല്ലേ, പക്ഷേങ്കിൽ ഇതിൽ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ നാരങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-11 നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കളറിലുള്ള, അതായത് നല്ലോണം പാകമായ നാരങ്ങ വേണം എടുക്കാൻ, അല്ലെങ്കിൽ കയ്പ്പ് രസം ഉണ്ടാവുമേ. അപ്പോൾ അത് നല്ലപോലെ കഴുകിയെടുത്ത് കൊണ്ടുവന്നതാണ്. പിന്നെ ഒരു 5-6 പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കയ്പ്പ് രസം കുറക്കാൻ വേണ്ടി ഞാനിതിലൊരു 3-4 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നാരങ്ങ അച്ചാറിന് കയ്പ്പ് രസം ഉണ്ടാവുമൊന്നുമില്ലേ. സാധാരണ നമ്മൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ല കയ്പ്പ് രസം ഉണ്ടാകാറുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ വേറൊരു മെത്തേഡിലാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കയ്പ്പ് രസം ഒട്ടും ഉണ്ടാവില്ല. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നാരങ്ങ കഴുകിയിട്ട് അതിൻ്റെ പുറത്തെ വെള്ളം ഇങ്ങനെ തുടച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു നാരങ്ങേനെ 4 സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്തത്. ഇനി അതിൻ്റെ കുരുവെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സൈഡിലുള്ള വെള്ള പാർട്ട് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെത്തിക്കളയാം. അത് ചെത്തിക്കളഞ്ഞ് കഴിഞ്ഞാൽ കയ്പ്പ് രസം അങ്ങ് കുറക്കാൻ പറ്റും. ഇനി നമ്മൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന സൂത്രം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു കുക്കറിലാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി കുക്കറിലങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാരങ്ങയിൽ നിങ്ങൾക്ക് എണ്ണ ചേർക്കണം, അതുപോലെ വിനാഗിരി ചേർക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം, ഡയറക്റ്റായിട്ട് ചേർക്കാം. പക്ഷേ ഞാനിതിൽ ഇതൊന്നും ചേർക്കുന്നില്ല. പിന്നെ അത്യാവശ്യം കുറച്ച് അധികം തന്നെ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടി ഏകദേശം ഒരു 2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തത്, അതുകൊണ്ട് നല്ലൊരു കളർ ഉണ്ടാകും. പിന്നെ നമ്മൾ കായപ്പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഉലുവാപ്പൊടിയും ചേർക്കുന്നുണ്ട്. കായപ്പൊടിയും ഉലുവാപ്പൊടിയും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതാണല്ലോ നമ്മൾ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ ഡേറ്റ്സ് ചേർക്കണമെന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ ഒരു പൊടിയൊക്കെ ഇതിൽ ചേർത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നാരങ്ങയിലും ഈ നമ്മൾ ചേർത്ത സാധനങ്ങളിലൊക്കെ നമ്മൾ മസാല നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഡേറ്റ്സ് ചേർത്തിട്ടില്ലെങ്കിലും നമ്മൾ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ നാരങ്ങ അച്ചാറിന് അങ്ങനെ കയ്പ്പ് രസമൊന്നും ഉണ്ടാവില്ലേ. അതുപോലെ തന്നെ ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടിയും ചേർക്കാം. വെള്ളം ചേർക്കാണ്ട് വെക്കരുത്, ചിലപ്പോൾ അത് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒറ്റ വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒറ്റ വിസിൽ കൊണ്ട് തന്നെ ഇത് ഓഫ് ആക്കണേ, അല്ലെങ്കിൽ വെന്തടിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഇത് ഓഫ് ചെയ്യണം. അതുപോലെ 1/4 ഗ്ലാസ് വെള്ളത്തിന് പകരം 1/2 ഗ്ലാസ് വേണമെങ്കിലും ചേർക്കാം. നാരങ്ങാച്ചാറിന് കുറച്ചും കൂടിയും നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം വരെ ചേർക്കാം. അപ്പോൾ നമ്മളിത് കുക്കറിൽ ഇതാ വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിത് ഒറ്റ വിസിൽ കൊണ്ട് തന്നെ ഇത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ആവി മുഴുവൻ പോയതിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ മൂടി ഒന്ന് തുറക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി അതിൽ നിന്ന് തന്നെ ആ ഒരു നാരങ്ങയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത സാധനങ്ങളൊക്കെ നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് വിസിലെല്ലാം പോയതിന് ശേഷം ഞാൻ തുറക്കുമ്പോൾ കണ്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എരിവും എല്ലാം കറക്റ്റാണ്. പക്ഷേ ഉപ്പ് കുറച്ച് കുറവുണ്ട് കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ചേർക്കാം. ബാക്കിയുള്ള പൊടികളൊന്നും ഇനി ഇതിൽ ചേർക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ഇതെല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു സമയത്ത് ചേർക്കുമ്പോൾ തന്നെ നിങ്ങൾ പിന്നെ മുളക് പൊടിയൊക്കെ അത്യാവശ്യത്തിന് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ ഡേറ്റ്സൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം ആ ഒരു കയ്പ്പ് രസമൊക്കെ അങ്ങ് ഒഴിവായി കിട്ടും. പക്ഷേങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ നാരങ്ങ മാത്രം ചേർത്ത് വേവിച്ചാലും അങ്ങനെ കയ്പ്പ് രസം ഉണ്ടാവില്ല. ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ കയ്പ്പ് രസം ഉണ്ടെങ്കിലും പിറ്റേന്നത്തേക്ക് അതെല്ലാം റെഡി ആയിക്കൊള്ളൂ കേട്ടോ. ഇത് അന്ന് തന്നെ എടുക്കരുത്, പിറ്റേന്നത്തേക്ക് എടുക്കാനാണ് നല്ല ടേസ്റ്റ്. അതുപോലെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടേ ഉള്ളൂ. പിന്നെ ഡേറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലെന്ന് പറയുമ്പം നല്ലൊരു കൊഴുപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ഉപ്പ് കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറവാണ്. ഉപ്പ് മാത്രമേ ഇനി ചേർക്കാൻ പാടുള്ളൂ. ഈ ഒരു സമയത്ത് പൊടികൾ ചേർക്കരുത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡേറ്റ്സ് ചേർത്തത് ഇതുപോലെ കുറച്ച് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഡേറ്റ്സൊക്കെ വെന്തിട്ട് നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഡേറ്റ്സ് ഞാൻ ചേർത്തത്. അപ്പോൾ ഇനി ഇത് നമുക്ക് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചില്ല് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കളറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ്. നാരങ്ങയൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി മാറ്റി വെക്കാം. അപ്പോൾ കുപ്പിയും അതുപോലെ തന്നെ എടുക്കുമ്പോൾ സൂക്ഷിക്കുക, നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പിയാണ്. അതിൽ വെള്ളത്തിൻ്റെ ഒരു പറ്റ് പോലും പാടില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന സ്പൂണും എല്ലാം നല്ലപോലെ കഴുകി തുടച്ച് ഉണക്കിയെടുത്ത് ഇതായിരിക്കണം കേട്ടോ. അങ്ങനെ മാത്രമേ ഇത് കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇതിൽ എണ്ണയും വിനാഗിരിയും ഒക്കെ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഞാനിത് രണ്ടാമത്തെ ദിവസം തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എത്ര കാലം പുറത്ത് നിൽക്കുന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഉള്ള ആ ഒരു ഇതൊക്കെ നമുക്കൊന്ന് ടിഷ്യൂ വെച്ചിട്ടൊന്ന് തുടച്ച് കളയാം. എന്നിട്ട് മൂടിയിട്ടിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് തണിഞ്ഞതിന് ശേഷം കുപ്പിലാക്കി വെച്ചാൽ നാളെ ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെക്കോളും. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അധികം അങ്ങനെ എരിവൊന്നുമില്ല, എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്കൊരു നാരങ്ങാച്ചാറൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്